ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ്. വേറൊന്നും ഉണ്ടല്ല, കണ്ടല്ലോ ആപ്പിളാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രൂട്ട് വെച്ചിട്ട് ഒരു ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. കേരളീസിൻ്റെ വീട്ടിൽ ഡെയിലി ഉള്ളത് എന്താണ്? ദോശ, ഇഡ്ഡലി, ഉപ്പുമാ, പുട്ട്. എന്ന് ദോശ കഴിച്ച് മടുത്തിട്ടുള്ള കുറച്ച് പേരെങ്കിലും കാണത്തില്ലേ ദോശ ചമ്മന്തി. അപ്പോൾ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഒരു മിക്സഡ് ഫ്രൂട്ട് ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈസിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസും ഈസിയാണ്, പ്രിപ്പയർ ചെയ്യാനും ഈസിയാണ്. നോക്കാം. എന്നും ഡെയിലി എൻ്റെ മുഖം കൊണ്ട് ബോറടിക്കുന്നുണ്ടാവുമല്ലേ? സഹിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും കുറച്ച് കാലത്തേക്ക് ഞാൻ പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡിഷ് നോക്കാം. അപ്പോൾ ദോശ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മിക്സഡ് ജ്യൂസ് ദോശ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പേരയ്ക്ക, ആപ്പിൾ, ഓറഞ്ച്, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട പീസസ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇത്രയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്പിൾ, പിന്നെ കുറച്ച് പേരയ്ക്ക, ഓറഞ്ച്. ഇതൊരു 3-4 ദോശയ്ക്ക് വേണ്ടതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ വെച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ പേസ്റ്റാക്കി എടുക്കാം. ഇനി ജാറിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആപ്പിൾ, പേരയ്ക്ക, ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. ഞാൻ ഒത്തിരി ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് വെള്ളം ആഡ് ചെയ്തു. ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. കണ്ടല്ലോ, ഞാൻ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് അരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് തന്നെ മതി. ഇനി നമുക്കിത് മാവിലോട്ട് ചേർക്കാം, ദോശ മാവിലോട്ട്. ഞാനിപ്പോൾ ഇതിൽ ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത്. ഗോതമ്പ് മാവ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരിമാവ് വേണമെങ്കിൽ അരിമാവ് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം എന്താണ്? വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന പ്രോബ്ലം ഇല്ലേ? അപ്പോൾ അതിന് ഗോതമ്പ് മാവാണ് ബെറ്റർ. അപ്പോൾ നമുക്കിതിലേക്ക് അടിച്ച് വെച്ചിരിക്കുന്ന പാക്ക് ആഡ് ചെയ്തെടുക്കാം. പാക്ക് എന്ന് പറയുമ്പോൾ വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലോട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടെ വേണം കേട്ടോ. ഉപ്പും ആഡ് ചെയ്തിട്ടില്ല, അതും കൂടെ ഇനി ചേർക്കണം. ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. കുറച്ച് ആഡ് ചെയ്തു. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. ഒത്തിരി വേണ്ട, കുറച്ച് ആഡ് ചെയ്തു. ഇത് മിക്സ് ചെയ്തെടുക്കാം. ദോശമാവിൻ്റെ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ ദോശമാവ്. ഇതാണ് മിക്സഡ് ഫ്രൂട്ട് ദോശമാവ്. ഇത് വെച്ചിട്ടാണ് നമുക്കിനി ദോശ ചെയ്യേണ്ടത്. ഇനി അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ദോശ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ദോശക്കല്ല് വയ്ക്കാം കേട്ടോ. നോൺ സ്റ്റിക്ക് പാനൊന്നും ആവശ്യമില്ല, സാധാ ദോശക്കല്ല് മതി. നമുക്കതിന് റെഡിയാക്കാം. ഞാനപ്പോൾ ദോശക്കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടാവട്ടെ കേട്ടോ. ദോശക്കല്ലിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദോശ ഇടാം കേട്ടോ. പ്ലെയിൻ ദോശയാണ് കേട്ടോ, ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇതൊരു പ്ലെയിൻ ദോശയാണ്. നമുക്കിനി ദോശ മറിച്ചിട്ടേക്കാം. ഗോതമ്പ് ദോശയാണ് കേട്ടോ. വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരു പ്രോബ്ലം വേണ്ട. അരിദോശ ഇഷ്ടമുള്ളവർക്ക് അരിദോശയും ട്രൈ ചെയ്യാം, അതിനും പ്രശ്നമില്ല. എന്തായാലും ഫ്രൂട്ട് ചേർന്നിട്ടുള്ളതുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ദോശ റെഡി, നമുക്കിനി എടുക്കാം. അടുത്ത ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ദോശമാവ് ഒഴിച്ച് കൊടുക്കാം. സെക്കൻഡ് ദോശയാണ് കേട്ടോ. ഇതിൽ എന്താ സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് നോക്കാം. ഇത് പ്ലെയിൻ ദോശയല്ലേ, ഇതിൽ ഞാൻ ചേർക്കാൻ പോകുന്ന കുറച്ച് മയണൈസാണ് കേട്ടോ. മയണൈസ് ബറോട്ടയിലൂടെ കഴിക്കുന്നതിനേക്കാളും ബെറ്റർ ദോശമാവിൽ ആഡ് ചെയ്ത് കഴിക്കുകയാണ്. നന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടല്ലോ, ഞാൻ എല്ലായിടത്തും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് മയണൈസ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ റെഡി ആവട്ടെ. നോൺ സ്റ്റിക്ക് ദോശ എന്താ പറയുക, ദോശക്കല്ലിനെക്കാട്ടിയും ടേസ്റ്റാണ് കേട്ടോ ഇതുപോലത്തെ ദോശക്കല്ല് ദോശ ഇടുന്നത്. അപ്പോൾ നമുക്കിനി ഇത് തിരിച്ചിട്ടേക്കാം. കണ്ടോ, ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. സെക്കൻഡ് ദോശ മയണൈസ് ദോശ. ഈ തേർഡ് വൺ എന്താണല്ലേ നോക്കാം. എന്നിട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതൊരു ടേസ്റ്റ് അല്ലേ, കോക്കനട്ട് എടുക്കാം. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ മിക്സഡ് ഫ്രൂട്ടിൻ്റെ കൂടെ കോക്കനട്ട് ആഡ് ചെയ്യുമ്പോൾ അതൊരു ടേസ്റ്റാണ് കേട്ടോ.
ഇനി നമുക്ക് മറിച്ചിട്ടേക്കാം. ചുട്ടെടുത്തു. ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടല്ലോ, എന്ത് വരുന്നുണ്ട്. അപ്പോൾ എടുക്കാം ദോശ. മൂന്നാമത്തെ ദോശ. അപ്പോൾ കണ്ടല്ലോ ഇന്നത്തെ വെറൈറ്റി ദോശാസ്. ദേ ചൂട് ദോശ കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. ചൂട് ദോശയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ എന്താ, കുറച്ച് മുളക് ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വേറൊരു ടേസ്റ്റാണ്. എന്താ പറയുക, ഗോതമ്പ് ദോശയ്ക്ക് മുളക് ചമ്മന്തി അല്ലെങ്കിൽ മുളകരിച്ചത് ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മിക്സഡ് ഫ്രൂട്ട് ദോശാസ്, അതിൽ വെറൈറ്റിയാണ്. ഈസി അല്ലേ ചെയ്ത് നോക്കാൻ, ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഇന്നത്തെ ദോശ, സ്പെഷ്യൽ ദോശ. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.